മൂന്നാർ പോകുന്നവരെ ഈ പൂപ്പാറ ഭാഗത്തേക്ക് പോകാറുണ്ടോ? ഗ്യാപ്പ് റോഡൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോയാൽ ലാസ്റ്റ് കിട്ടുന്ന സ്ഥലമാണ് ഈ പൂപ്പാറ. കാണാൻ നല്ല രസമുള്ള സ്ഥലം കേട്ടോ. ഇപ്പം മൂന്നാറിലേക്ക് കയറി തിരിച്ചിങ്ങനെ പൂപ്പാറ വന്ന് ഗ്യാപ്പ് റോഡ് വഴി പൂപ്പാറ വന്ന് പൂപ്പാറയിൽ നിന്ന് രാജകുമാരി റൂട്ട്, നമ്മൾ പോയ റൂട്ടല്ലാതെ തിരിച്ചിറങ്ങാൻ പറ്റിയ റൂട്ടാണ്. ഒരു വ്യത്യസ്തമായ റൂട്ടാണ്. പോക്കും വരും ഒരേ റൂട്ടിലൂടെ ആകുമ്പോഴേ ചിലപ്പോൾ അത്ര രസം കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇങ്ങനെ റൂട്ട് നല്ലതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോണത് പൂപ്പാറയിൽ നിന്ന് രാജകുമാരി റൂട്ടിനാണ്. നല്ല കോടൊക്കെ ഇറങ്ങിയൊരു സമയം കേട്ടോ. അത്യാവശ്യം കോടൊക്കെ ഉണ്ട്, പക്ഷെ വീഡിയോസിൽ അങ്ങനെ തന്നെ കാണുന്നില്ല. പക്ഷെങ്കിലും നേരിട്ട് കാണുമ്പോൾ നല്ല ഇതുണ്ട്. അതുപോലെ തന്നെ നല്ല തണുപ്പുള്ളൊരു സമയം കൂടിയാണ്. ഈ പൂപ്പാറയിൽ നിന്ന് രാജകുമാരി റൂട്ടിൽ പറഞ്ഞ രണ്ട് സൈഡിലും ഈ മറ്റേ ഏലത്തോട്ടങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിലുള്ള ഒരു യാത്ര ഉണ്ടല്ലോ, അത് ഗ്ലാസ്സൊക്കെ ഓപ്പൺ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ഒരു സ്മെല്ലും പിന്നെ ഒരു തണുപ്പ് സീസൺ ആയതുകൊണ്ട് ഒരു കുളിരൊക്കെ ഉണ്ട്. കുഴപ്പമില്ലാത്തൊരു റൂട്ടുമാണ്. കാണാനും തന്നെ അത്യാവശ്യം നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. പിന്നെ മൂന്നാർ പോകുമ്പോൾ പോണതൊരു റൂട്ടും തിരിച്ചിറങ്ങുമ്പോൾ അതേ സെയിം റൂട്ടാകുമ്പോൾ ഒരു ബോറടി ഉണ്ടാവില്ലേ. അപ്പോൾ ഒരു കയറുന്ന റൂട്ടല്ലാതെ തിരിച്ചിറങ്ങാൻ പറ്റിയ റൂട്ടും കൂടിയാണത്. ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും തേയിലത്തോട്ടം തന്നെയാണ് കൂടുതലുള്ളത്. ഈ തേയിലത്തോട്ടത്തിൻ്റെ ഒക്കെ ഇടയിലേ ഒരു മരം കണ്ടില്ലേ, ഇതെന്തിനുള്ളതാണാവല്ലേ? ആർക്കെങ്കിലും അറിയാം? ഭയങ്കര ഡിസൈനാണ് കേട്ടോ ആ മരങ്ങളൊക്കെ. അതിന്മേ ഈ മുളകിൻ്റെ കുരുമുളക് തോന്നുന്നുണ്ട് പടർത്തി വിട്ടിട്ടുണ്ട്. പക്ഷെ എന്തായാലും ആ തേയിലത്തോട്ടത്തിന് ഈ മരങ്ങളും കൂടി ചേരുമ്പോഴേ വല്ലാത്തൊരു ഭംഗിയാണ്. ചില റൂട്ടിലൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ടാവും, എന്നാലും വീണ്ടും വീണ്ടും നമുക്ക് ആ റൂട്ട് വീണ്ടും യാത്ര ചെയ്യാൻ ആഗ്രഹം, വല്ലാത്തൊരു ആഗ്രഹിക്കാരം. ചില കാഴ്ചകൾ നമ്മളെ വീണ്ടും വീണ്ടും അങ്ങോട്ട് തന്നെ വിളിക്കും. ഈ റൂട്ടൊക്കെ നിങ്ങൾ കണ്ടില്ലേ, എത്ര പോയാലും നമുക്ക് വീണ്ടും മടുപ്പ് വരില്ല. അങ്ങനത്തെ ഒരു കാഴ്ചയാണ് നമുക്ക് ഈ റൂട്ടുകളൊക്കെ സമ്മാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മൂന്നാർ പോകുമ്പോൾ ഏത് റൂട്ടിനാണോ പോകുന്നത് ആ റൂട്ടിന് ഒരിക്കലും തിരിച്ചിറങ്ങരുത്. നമുക്ക് തിരിച്ചിറങ്ങാൻ വേറെയും ഒരുപാട് റൂട്ടുകൾ അവിടെ ഉണ്ട്. ആ റോഡൊക്കെ യൂസ് ചെയ്തിട്ട് യാത്രയൊക്കെ ഒന്നും കൂടി കളറാക്കാവുന്നതാണ്. ഞാൻ യാത്ര കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഒരു 6-7 മാസം കൂടുമ്പോൾ ഒരു യാത്രയെങ്കിലും പോവും. ഫാമിലി ആയിട്ടാണ് അധികം യാത്ര ചെയ്യാറ്. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ നടന്നിങ്ങനെ കഴിഞ്ഞു പോണതല്ലേ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം, നമുക്കൊരു ഫ്രീ ടൈം മൈൻഡ് ഒന്ന് ഫ്രീ ആക്കാൻ ഇടയ്ക്കൊക്കെ ഒരു യാത്ര പോകണം നല്ലതാണ്. നിങ്ങളങ്ങനെ യാത്രയൊക്കെ പോകാറുണ്ടോ? അതോ ഫുൾ ടൈം വർക്ക്, വീട് ഇങ്ങനെയൊക്കെ തന്നെയാണോ? ഇതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പറയുമ്പോൾ ചിലർ ഇതിനൊക്കെ പൈസ വേണ്ടതെന്നുള്ളത്. സാമ്പത്തികം വേണം, പക്ഷെ എങ്കിലും നമുക്ക് ചെറിയ രീതിയിലൊക്കെ, വലിയ സാമ്പത്തികമൊന്നും വേണ്ട, എന്നാൽ ചെറിയ രീതിയിൽ ആവശ്യം വരും ചെയ്യും. അങ്ങനെയൊക്കെ യാത്ര പോകട്ടോ. ഞാനൊരു 6-7 മാസം കൂടുമ്പോഴേ ഒരു യാത്ര പോക്കുണ്ട്. അത് എന്നോടത്തേക്കൊന്നുമില്ല, ചിലപ്പം മുമ്പ് പോയ സ്ഥലങ്ങളാവാം. പക്ഷേ വീണ്ടും വീണ്ടും ഇങ്ങനെ യാത്ര ചെയ്യും. യാത്ര ചെയ്യുമ്പോൾ കുറേയൊക്കെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആവും. വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂട്ടണില്ല കേട്ടോ, ബോറടിക്കണ്ട. അപ്പോൾ ഈ റൂട്ടിൽ പോയപ്പോൾ ഞാനൊരു പള്ളി കണ്ടു. അപ്പോൾ ആ പള്ളിയിൽ ഫാമിലിക്ക് അതൊക്കെ ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞപ്പോഴേ അവിടെയൊക്കെ ഒന്ന് ഇറങ്ങി ആ പരിസരമൊക്കെ ഒന്ന് കണ്ടു. യാത്ര വീണ്ടും ഞങ്ങൾ തുടങ്ങി. അപ്പോൾ ആ വീഡിയോ ഞാൻ അടുത്തതിലിടാം. ഒരുപാട് ലെങ്ത്ത് കൂടിയാലേ കാണുന്നവർക്ക് ബോറടിക്കൂലേ.
ചില സ്ഥലങ്ങളിലൊക്കെ റോഡ് സൂപ്പറാട്ടോ, ചില സ്ഥലങ്ങളിൽ റോഡ് കച്ചറയുണ്ട്. എന്തായാലും മഴകളൊക്കെ ഒരു സമയമല്ലേ, അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ നമ്മളെ കേരളത്തിലുണ്ടാവും. എന്നാലും ഒരുപാട് മുമ്പത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ റോഡൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. നല്ല റോഡുകളാണ്. യാത്ര ചെയ്യാനും തന്നെ നമുക്ക് ബോറടി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല കാഴ്ചകളും കണ്ട് യാത്ര ചെയ്യാം. ഇവിടേക്ക് ഈ ചീവീടിൻ്റെ സൗണ്ട് നല്ലോണം ഉണ്ട് കേട്ടോ. ഞാനത് സൗണ്ട് കട്ട് ചെയ്തതാണ്. പിന്നെ ഭയങ്കരമായിട്ടുള്ള സൗണ്ടുള്ള ഏരിയയാണ്. അപ്പോൾ ഈ വീഡിയോ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്താലോ? ഓക്കെ, താങ്ക് യു.